Assalamu alaikum. Good morning, my dear students. Welcome back to our English class. We can continue our lesson, the story The Happy Prince. ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ട്സ് എല്ലാവരും വിട്ടു തരുന്നില്ല. കുറച്ച് പേര് മാത്രമാണ് നോട്ട്സ് വിട്ടു തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വിട്ടു തരാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതാണെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ടീച്ചർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ആരും സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ടീച്ചർ കരുതുന്നു മനസ്സിലായിട്ടുണ്ടാവുമെന്ന്. പക്ഷേ നോട്ട്സ് എഴുതുന്നില്ല. നിങ്ങൾക്ക് മടിയായതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ദെൻ നൗ ടേക്ക് പേജ് നമ്പർ 118. 118 പേജ് എടുക്കുക. അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ദ ലിറ്റിൽ ഗേൾ, ചെറിയ പെൺകുട്ടി. ദ നെക്സ്റ്റ് ഡേ ദ സ്വാലോ ഫ്ലൂ ബാക്ക് ടു ദ ഹാപ്പി പ്രിൻസ്. അങ്ങനെ നമ്മുടെ റൈറ്റർക്ക് ഒരു കണ്ണ് റൂബി പറിച്ചു കൊണ്ടുപോയിട്ട് കൊടുത്തു അല്ലേ. ദെൻ അടുത്ത ദിവസം ദ നെക്സ്റ്റ് ഡേ ദ സ്വാലോ ഫ്ലൂ ബാക്ക് ടു ദ ഹാപ്പി പ്രിൻസ്. തിരിച്ചെത്തി ആരുടെ അടുത്ത്? ഹാപ്പി പ്രിൻസിൻ്റെ അടുത്ത്. അങ്ങനെ ഹാപ്പി പ്രിൻസിനോട് പറഞ്ഞു, ഐ ഹാവ് കം ടു ബിഡ് യു ഗുഡ് ബൈ. ഞാൻ നിങ്ങളോട് ഗുഡ് ബൈ പറയുകയാണ്. ഞാൻ നിങ്ങളോട് യാത്ര പറയുകയാണ്. ഹി ക്രൈഡ്. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ വൺ നൈറ്റ് ലോങ്ങർ. അല്ലയോ സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ വൺ നൈറ്റ് ലോങ്ങർ. ഒരു രാത്രി കൂടെ നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? ഒരു രാത്രി കൂടെ നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? അതിന് മറുപടിയായിട്ട് നമ്മുടെ സ്വാലോ പറഞ്ഞു, ഇറ്റ് ഈസ് വിൻ്റർ. ഇത് ശൈത്യകാലമാണ്. ഇറ്റ് ഈസ് വിൻ്റർ ആൻസേർഡ് ദ സ്വാലോ, ആൻഡ് ദ ചിൽ സ്നോ വിൽ സൂൺ ബി ഹിയർ. തണുപ്പിൻ്റെ കാലമാണ്. ഇവിടെ മുഴുവൻ ഇപ്പോൾ എന്ത് വന്ന് നിറയും? ആ തണുപ്പ് വന്ന് നിറയും. ഡിയർ പ്രിൻസ്, ഐ മസ്റ്റ് ലീവ് യു. എനിക്ക് നിങ്ങളെ വിട്ട് പോയേ പറ്റൂ. ബട്ട് ഐ വിൽ നെവർ ഫോർഗെറ്റ് യു. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യില്ല, മറക്കില്ല. എനിക്ക് ഇവിടം വിട്ട് പോയേ തീരൂ. ഐ വിൽ നെവർ ഫോർഗെറ്റ് യു. പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല. ദെൻ നമ്മുടെ ഹാപ്പി പ്രിൻസ് പറഞ്ഞു, ഇൻ ദ സ്ക്വയർ ബിലോ, താഴെ, സ്ക്വയറിന് താഴെ, സെഡ് ദ പ്രിൻസ്, ദർ സ്റ്റാൻഡ്സ് എ ലിറ്റിൽ മാച്ച് ഗേൾ. താഴെ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. മാച്ച് ഗേൾ ആണ്, തീപ്പെട്ടി വിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഷീ ഹാസ് ലെറ്റ് ഹെർ മാച്ചസ് ഫാൾ ഇൻ ദ ഗട്ടർ. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മാച്ചസ്, തീപ്പെട്ടി മുഴുവൻ എന്ത് ചെയ്തു? ഗട്ടറിൽ വീണിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൾ സ്പോയിൽഡ്. ഫുള്ള് ഗട്ടറിൽ വീണിട്ട് നശിച്ചു പോയി. ഹർ ഫാദർ വിൽ ബീറ്റ് ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി. അത് വിൽക്കുന്ന ജോലിയാണ് ഈ പെൺകുട്ടിക്ക്. അപ്പോൾ അത് കയ്യിൽ നിന്ന് വീണ് നശിച്ചു പോയിട്ടുണ്ട്. അത് വിറ്റിട്ട് അതിൻ്റെ പണം തിരികെ കൊടുത്തിട്ടില്ല എങ്കിൽ അച്ഛൻ അവളെ എന്ത് ചെയ്യും? ഫാദർ വിൽ ബീറ്റ് ഹെർ, അവളെ അടിക്കും. ഷീ ഹാസ് നോ ഷൂസ്. അവൾക്ക് എന്തില്ല? ഷൂസ് ഇല്ല. നോ സ്റ്റോക്കിങ്സ് ഇല്ല. ആൻഡ് നോ സ്വെറ്റർ ഇല്ല. ഒന്നുമില്ല. അവൾക്കൊന്നുമില്ല. അവൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. സോ പ്ലക്ക് ഔട്ട് മൈ അപ്പോൾ പ്ലക്ക് ഔട്ട് മൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്വാലോ പറഞ്ഞു, ഐ കനോട്ട് പ്ലക്ക് ഔട്ട് യുവർ ഐ. ഇനി എനിക്ക് നിങ്ങളുടെ കണ്ണ് പറിച്ചെടുക്കാൻ കഴിയില്ല. യു വുഡ് ബി ക്വൈറ്റ് ബ്ലൈൻഡ് ദെൻ. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എന്തായി മാറും? അന്ധനായിട്ട് മാറും. സെഡ് ദ സ്വാലോ. സ്വാലോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്, ഡു ആസ് ഐ കമാൻഡ് യു. ഞാനൊരു കമാൻഡായിട്ടാണ് അത് പറയുന്നത്, അതുകൊണ്ട് ചെയ്യണം എന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ സ്വാലോയോട് കൽപ്പിക്കുകയാണ്. ആര്? നമ്മുടെ ഹാപ്പി പ്രിൻസ്. സോ ഹി പ്ലക്ക്ഡ് ഔട്ട് ദ പ്രിൻസസ് അതർ ഐ. എന്ത് ചെയ്തു? മറ്റേ കണ്ണും പറിച്ചെടുത്തു. ആൻഡ് ഡാർട്ടഡ് ഡൗൺ വിത്ത് ഇറ്റ്. ഹി സോ ദ ഗേൾ. എന്നിട്ട് അതിട്ട് പറന്നു. ആൻഡ് ഹി സോ ദ ഗേൾ. അവൻ ആ പെൺകുട്ടിയെ കണ്ടു. ഹി സ്ലിപ്പ്ഡ് ദ ജ്വൽ ഇൻ ടു ദ പാം ഓഫ് ഹെർ ഹാൻഡ്. ആ
ഇതെന്ത് ചെയ്തു, ആ ജ്വല്ല എന്ത് ചെയ്തു, അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ്, cried the little girl and she ran home laughing. എന്തൊരു മനോഹരമായ ഗ്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ചിരിച്ചിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. Then the swallow came back to the prince. വീണ്ടും swallow തിരിച്ച് പ്രിൻസിൻ്റെ അടുത്ത് തന്നെ എത്തി. You are blind now. ഇപ്പോൾ നിങ്ങൾ എന്താണ്, ബ്ലൈൻഡാണ്, കണ്ണ് കാണാത്തവനാണ്. He said, so I will stay with you always. ഇനി ഞാൻ മുഴുവൻ നിങ്ങളുടെ കൂടെ ഇവിടെ നിന്നോളാം എന്ന് ആര് പറയാണ്, സ്വാലോ പറയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അന്ധനായിട്ടുണ്ട്, ഇനി നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് എന്ന് ആര് പറയുന്നു, സ്വാലോ പറയുന്നു. നോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പുവർ പ്രിൻസ്, യു മസ്റ്റ് ഗോ എവേ ടു ഈജിപ്ത്. പറ്റില്ല ലിറ്റിൽ സ്വാലോ, നീ എന്തായാലും ഈജിപ്തിലേക്ക് തിരിച്ചു പോകണം, ഇനി നീ ഇവിടെ നിൽക്കരുത് എന്ന് നമ്മുടെ പ്രിൻസ് പറയുമ്പോൾ, ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്, ഞാൻ ഇനി എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് സെഡ് ദ സ്വാലോ ആൻഡ് ഹീ സ്ലെപ്റ്റ് അറ്റ് ദ പ്രിൻസസ് ഫീറ്റ്. ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ പ്രിൻസസിൻ്റെ ഫീറ്റിൽ പോയിട്ട് എന്ത് ചെയ്തു, അവിടെ കിടന്ന് ഉറങ്ങി. ആര്, നമ്മുടെ സ്വാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ തീർന്നു. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഡിഡ് ദ സ്വാലോ വാണ്ട് ടു ലീവ് ദ സിറ്റി, എന്തുകൊണ്ടാണ് സ്വാലോ തൻ്റെ ആ സിറ്റി വിട്ട് പോവാൻ ആഗ്രഹിച്ചത്, എന്തുകൊണ്ടാണ്? ഇവിടെ തണുപ്പ് കൂടി വരികയാണ് അല്ലേ, ഇറ്റ്സ് വിൻ്റർ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ സോൺ വിൽ സൂൺ ബി ഹിയർ, ഇതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സ്പാരോ പോവാൻ തുടങ്ങിയത്. അപ്പോൾ ഇറ്റ്സ് വിൻ്റർ ആൻഡ് ദ ചിൽ സ്നോ വിൽ സൂൺ ബി ഹിയർ. ദെൻ നെക്സ്റ്റ്, ഹൂ ഡിഡ് ദ പ്രിൻസ് വിഷ് ടു ഹെൽപ്പ് ദിസ് ടൈം, വൈ, ആരെ സഹായിക്കാനാണ് പ്രിൻസ് ഇപ്പോൾ ഇവിടെ ആഗ്രഹിച്ചത്, ആരെ സഹായിക്കാനാണ്, ഒരു ലിറ്റിൽ ഗേളിന് അല്ലേ, എ ലിറ്റിൽ മാച്ച് ഗേൾ. ദ പ്രിൻസ് വിഷ് ടു ഹെൽപ്പ് ദ ലിറ്റിൽ മാച്ച് ഗേൾ, വൈ, എന്തുകൊണ്ടാണ്? ഷീസ് എ മാച്ച് ഗേൾ ആൻഡ് ഹെർ മാച്ചസ് ഫാൾ ഇൻ ദ ഗട്ടർ ആൻഡ് ദേ ആർ ഓൾ സ്പോയിൽഡ്. ഹെർ ഫാദർ വിൽ ബീറ്റ് ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി. ദാറ്റ്സ് വൈ ഷീ ഹാസ് നോ ഷൂസ്, നോ സ്റ്റോക്കിംഗ് ആൻഡ് നോ സ്വെറ്റർ. ദാറ്റ്സ് വൈ ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ് ദ ലിറ്റിൽ ഗേൾ. ഇവിടെ മുതൽ ഇതുവരെ കേട്ടോ. The little girl has let her matches fall in the gutter and they are all spoiled. Her father will beat her if she does not bring home some money. She has no shoes, no stocking and no sweater. That's why the princess wishes to help the little girl. Okay. Then next 18th question. 18th നമ്മൾ പറഞ്ഞു. Then 19th question. Pick out the sentence that tells us that the swallow has a ഗുഡ് ഹെഡ്, സ്വാലോക്ക് നല്ലൊരു ഹൃദയമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ആ സെൻറ്റൻസ് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഏതാണ് ആ സെൻറ്റൻസ്? യെസ്, എന്താണ്? യു ആർ ബ്ലൈൻഡ് നൗ യു ആർ ബ്ലൈൻഡ് നൗ ആൻഡ് സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ആൾവേസ്. യു ആർ ബ്ലൈൻഡ് നൗ സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ആൾവേസ്. ഇതാണ് നമ്മുടെ സ്വാലോയുടെ മനസ്സ് നല്ല മനസ്സാണ് അല്ലെങ്കിൽ ഗുഡ് ഹേർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സെൻറ്റൻസ് അത് എഴുതാം. ഓക്കെ. ദ സിറ്റി സൈഡ്സ്. അടുത്ത ടോപ്പിക്, ദ സിറ്റി സൈഡ്സ്. ഡിയർ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്, ഫ്ലൈ ഓവർ മൈ സിറ്റി ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദർ. ഡിയർ ലിറ്റിൽ സ്വാലോ, എൻ്റെ പ്രിയപ്പെട്ട സ്വാലോ, നീ എന്ത് ചെയ്യണം? ഫ്ലൈ ഓവർ മൈ സിറ്റി, എൻ്റെ സിറ്റിക്ക് മുകളിലൂടെ പറക്കണം. ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദർ, എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്ന് എന്നോട് വന്ന് പറയണം. കാരണം എന്താണ്, ഇപ്പം നമ്മളെ പ്രിൻസിന് ഇനി എന്ത് ചെയ്യില്ല, കണ്ണ് കാണില്ല അല്ലേ, രണ്ട് കണ്ണും എന്ത് ചെയ്തിട്ടുണ്ട്, പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, നീ സിറ്റിക്ക് മുകളിൽ പറന്നിട്ട് എന്തൊക്കെ കാണുന്നു എന്ന് വന്ന് എന്നോട് പറയണം. ദ സ്വാലോ ഫ്ലൂ ഓവർ ദ ഗ്രേറ്റ് സിറ്റി ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറിങ് വൈൽ ദ ബേക്കേഴ്സ് വർ സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്സ്. സ്വാലോ എന്തൊക്കെയാണ് കണ്ടത്? ഫ്ലൂ ഓവർ ദ ഗ്രേറ്റ് സിറ്റി ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറി, പണക്കാരായ ആളുകൾ സന്തോഷിക്കുമ്പോൾ, വൈൽ ദ ബേക്കേഴ്സ് വർ സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്സ്,
യാചകർ ഗേറ്റിൻ്റെ അവിടെ വന്ന് കാവൽ നിൽക്കുന്ന സമയത്ത് പണക്കാരായ ആളുകൾ എന്ത് ചെയ്യാണ്, സന്തോഷിക്കുകയാണ്. ദെൻ ഈ ഫ്ലൂ ഇൻ ടു ഡാർക്ക് ലൈൻസ് ആൻഡ് സോ ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ. ഒരുപാട് ഇരുണ്ട സ്ഥലങ്ങളിലൂടെയൊക്കെ അവൻ സഞ്ചരിച്ചു. ആരൊക്കെ കണ്ടു? ആൻഡ് സോ ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ. പട്ടിണി കിടന്നിട്ട്, സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ വിളറിയ മുഖങ്ങൾ കണ്ടു. അതുപോലെ പാവപ്പെട്ടവനെ പണക്കാർ വാതിൽക്കൽ വന്ന് യാചിക്കുമ്പോഴും സന്തോഷിക്കുന്ന പണക്കാരെ കണ്ടു. ഇതൊക്കെയാണ് അതിൻ്റെ. ദെൻ ഹീ ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾ ദ പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. അവനെ തിരികെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെ കണ്ടു എന്ന് ആരോട് പറഞ്ഞു? ലിറ്റിൽ പ്രിൻസിനോട് പറഞ്ഞു. ദെൻ ഐ ആം കവർ വിത്ത് ഫൈൻ ഗോൾഡ്. അപ്പോൾ പ്രിൻസ് പറഞ്ഞു, എന്നെ മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നല്ല, ഗോൾഡ് കൊണ്ടാണ്. യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് ലീഫ് ബൈ ലീഫ്. അതിങ്ങനെ ഇതളായിട്ട് എന്ത് ചെയ്യണം, പറിച്ചെടുക്കണം. ആൻഡ് ഗീവ് ഇറ്റ് ടു മൈ പുവർ പീപ്പിൾ. എന്നിട്ട് ആ പാവപ്പെട്ട ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ദേ ആൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി. അവരൊക്കെ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വർണം അവർക്ക് സന്തോഷം നൽകും. സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും. സ്വർണം സന്തോഷം നൽകുന്ന സാധനമാണെന്നാണ് അവരെല്ലാം വിചാരിക്കുന്നത്. കൊണ്ട് എന്നെ കവർ ചെയ്തിട്ടുള്ള ഈ ഗോൾഡ് മുഴുവൻ നീ ഓരോന്നായി പറിച്ചെടുത്ത് അവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം എന്നാണ് ആരോട് പറഞ്ഞത്? സ്വാലോയോട് പറഞ്ഞു. ലീവ് ആഫ്റ്റർ ലീവ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ദ സ്വാലോ പിക്ഡ് ഓഫ് ടിൽ ദ ഹാപ്പി പ്രിൻസ് ലുക്ക്ഡ് ക്വൈറ്റ് ഡൾ ആൻഡ് ഗ്രേ. ഹാപ്പി പ്രിൻസിൻ്റെ മേലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഗോൾഡ് മുഴുവൻ അവന് എന്ത് ചെയ്തു, ഓരോന്നായിട്ടും പറിച്ചെടുത്തു. ഏതുവരെ? ഹാപ്പി പ്രിൻസിനെ കാണാൻ വികൃതമാകുന്നത് വരെ, കാണാൻ ഭംഗിയില്ലാതാകുന്നത് വരെ അവൻ്റെ മുകളിലുണ്ടായിരുന്ന ഫുൾ സ്വർണവും എന്ത് ചെയ്തു, പറിച്ചെടുത്തു. ആൻഡ് ടുക്ക് ഇറ്റ് ടു ദ പുവർ. എന്നിട്ടത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. ആൻഡ് ദ ചിൽഡ്രൻസ് ഫേസസ് ഗ്രൂ റോയ്സർ ആൻഡ് ദേ ലോഫ്ഡ് ആൻഡ് പ്ലേഡ് ഗെയിംസ് ഇൻ ദ സ്ട്രീറ്റ്. കുട്ടികളുടെ മുഖങ്ങളൊക്കെ നല്ല തെളിഞ്ഞു, അവർ ചിരിച്ചു, കളിച്ചു. വി ഹാവ് ബ്രെഡ് നൗ ദേ ക്രൈഡ്. ഇപ്പോൾ നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, ബ്രെഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യാണ്, ചിരിച്ച് കളിക്കുകയാണ്. അതായത് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുട്ടികളായിരുന്നു. അവർക്ക് ബ്രെഡ് കിട്ടിയത് തന്നെ വലിയ കാര്യം എന്നുള്ള നിലയിലാണ്. ഇതൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടി. ഓക്കെ, അതോടെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഇതിൽ ദ സാക്രിഫൈസ് എന്നുള്ളതും അതുപോലെ ദ ട്രാജിക് എൻഡ്, രണ്ട് ടോപ്പിക് കൂടെ എടുക്കാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് സൈറ്റ് വുഡ് ബി സൈറ്റ്സ് ഡിഡ് ദ സ്വാലോ സീൻ ഇൻ ദ ഗ്രേറ്റ് സിറ്റി. എന്തെല്ലാം കാഴ്ചകളാണ് സ്വാലോ അവിടെ കണ്ടത്? അതിൻ്റെ ആൻസർ ടീച്ചർ പറഞ്ഞു. എന്താ കണ്ടത്? ഹി സോ the rich making merry while the beggars were sitting at the gates. പിന്നെയോ he flew in dark lanes and saw the white faces of starving children. starving children. അപ്പോൾ ഫസ്റ്റിൽ കണ്ടത് saw the rich making merry while the beggars were sitting at the gates. പിന്നെ കണ്ടത് എന്താണ്? saw the white faces of starving children. Next 21. Did the gold given by the prince make the people in the city happy? How do we know? ഇത് കൊടുത്തപ്പോൾ, ഗോൾഡൊക്കെ കൊടുത്തപ്പോൾ സിറ്റിയിലുള്ള ആളുകൾ സന്തോഷമായോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, സന്തോഷമായില്ലേ? നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത് അവർക്ക് സന്തോഷമായി എന്നുള്ളത്? എങ്ങനെയാണ് മനസ്സിലായത്? യെസ്, ആൻസർ ഇതാണ്. The children's face grew rosier and they laughed and played games in the street. Then they said, we have bread now. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ചെയ്ത് വിടാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.